കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവഗണന നേരിടുന്ന ഒരു മണ്ഡലമായിട്ട് ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മലയോര മേഖലയായിട്ടുള്ള ഈ ചാലക്കുടിയിൽ ഇപ്പോൾ വന്യജീവി പ്രശ്നങ്ങളൊക്കെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനൊന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാനോ കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ MP-മാർക്ക് സാധിച്ചിട്ടില്ല. അതിനൊരു താക്കീതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ചാലക്കുടി വളരെയേറെ വികസന സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി. കഴിഞ്ഞ 5 വർഷക്കാലം വികസന കാര്യത്തിൽ വളരെ പിന്നോട്ടടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചാലക്കുടിയിലെ ഏറ്റവും വികസന സാധ്യതയുള്ള ഒന്നാണ് അതിരപ്പള്ളി വാഴച്ചാൽ ആ ടൂറിസം മേഖല. പക്ഷേ ആ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വികസനവും നമുക്കവിടെ നടന്നിട്ടില്ല. നമ്മൾ പുതിയൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാടിന് വികസനം ഉണ്ടാക്കാവുന്നില്ല. നമ്മുടെ നിരവധി ആദിവാസി കോളനികളടക്കം ചാലക്കുടി മണ്ഡലത്തിലുണ്ട്. ആ ആദിവാസി മേഖലയിലടക്കം ചാലക്കുടി ടൗണിലടക്കം അല്ലെങ്കിൽ ചാലക്കുടിയിലെ 7 നിയോജകമണ്ഡലത്തിലടക്കം വികസനം കൊണ്ടുവരാവുന്ന ഒരു MP-യെ കണ്ടെത്തി തിരഞ്ഞെടുക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു മേഖലയാണ് ചാലക്കുടി. വ്യവസായ മേഖലകൾ എന്ന് പറഞ്ഞാൽ മധുര കോട്ട്സ്, കൊരട്ടി പ്രസ്, പ്രീമിയർ കേബിള്, വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ മര വ്യവസായം ചാലക്കുടി കേന്ദ്രീകരിച്ച് മാത്രമാണ് നടന്നിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം നശിച്ചു. ഒന്നും നാശത്തിൻ്റെ വക്കീലാണ്. എല്ലാം അടച്ചുപോയി. അത് പുനർജീവിപ്പിക്കുന്നതിനോ അതിനുവേണ്ടി മുന്നോട്ടിറങ്ങാനോ ഇവിടെ ഇടത് വലത് മുന്നണികളോ ഒന്നും തന്നെ തയ്യാറായില്ല. MP-യും തയ്യാറല്ല. പിന്നെ ഈ 2 മുന്നണികളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിജയിപ്പിക്കണം അല്ലെങ്കിൽ നന്നാകണമെന്ന് പറയുന്നെങ്കിൽ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള KSRTC, KSEB, കേരള വാട്ടർ അതോറിറ്റി എല്ലാം നാശത്തിൻ്റെ വക്കിലാണ്. എല്ലാ മാസവും പൊതുമേഖലയിലേക്ക് പേരും പറഞ്ഞ് ഗവൺമെൻറ് പണം കൊടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ. ആ സ്ഥിതിയിലേക്കായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ശമ്പളം കൊടുക്കാൻ പണമില്ല. ശമ്പളം കൊടുക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം, കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ അനുമതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.